ദേവ് ട്രാവൽ വേൾഡിൻ്റെ 194-ാമത്തെ വീഡിയോ. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ സന്ദീപനി ആശ്രമത്തിലേക്കുള്ള വഴിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആശ്രമത്തിനകത്തെ ശിവക്ഷേത്ര ഭക്തർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാർ ഇവിടെ ധാരാളമുണ്ട്. ശ്രീകൃഷ്ണൻ തൻ്റെ ഗുരു സന്ദീപനി മുനിയുടെ ഈ ആശ്രമത്തിൽ പഠിച്ചിരുന്ന സമയത്ത് ശിവനെ ആരാധിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. സർവേശ്വർ മഹാദേവ ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. നമുക്ക് ഇവിടുത്തെ ഭോജനശാലയിലെ വിശേഷങ്ങൾ കാണാം. ചോറാണ് വിളമ്പുന്നത്. സന്ദീപനി ആശ്രമത്തിൽ വന്നാണ്. അതിന് തൊട്ടടുത്തുള്ള സന്ദീപനി ആശ്രമത്തിൻ്റെ തന്നെ ഒരു ഭോജനശാലയാണ്. അവിടെ വന്ന് ഏറെ വിഭവങ്ങളോടെയുള്ള സദ്യയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഐറ്റങ്ങൾ വിളമ്പിയിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പുണ്യസ്ഥാനമായ ഗോമതി കുണ്ട് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീകൃഷ്ണൻ വിവിധ തീർത്ഥങ്ങളിൽ നിന്ന് ജലം ഇവിടെ കൊണ്ടുവന്ന് നിറച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൃഷ്ണനോടൊപ്പം സഹോദരൻ ബലരാമനും സതീർത്ഥ്യൻ സുധാമനും ഗുരു സന്ദീപനി മഹർഷിയിൽ നിന്ന് വിദ്യ അഭ്യസിച്ചിരുന്ന ആശ്രമമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും സുധാമൻ്റെയും കുട്ടിക്കാലത്തെ വിദ്യാഭ്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട ധാരാളം ചിത്രങ്ങൾ ഇവിടെയുണ്ട്. സന്ദീപനി ആശ്രമത്തിലെ ചിത്രങ്ങൾ രാജസ്ഥാനി സ്വാധീനമുള്ള ഭക്തികലാരീതിയിൽ വരച്ചവയാണ്. ഗുരുകുല ജീവിതമാണ് ഏറെയും പ്രതിപാദിക്കുന്നത്. തിളങ്ങുന്ന നിറങ്ങൾ, വ്യക്തമായ ഔട്ട്ലൈനുകൾ, പുരാണ കഥാപാത്രങ്ങളുടെ ഭാവപ്രകടനം എന്നിവയെല്ലാം ചേർന്ന് ആത്മീയ സന്ദേശം മുൻനിർത്തിയുള്ള അവതരണമാണ് ചിത്രകലയിൽ കാണുന്നത്. രാജസ്ഥാനി അഥവാ രജപുത്ത് മിനിയേച്ചർ ശൈലിയുടെ സ്വാധീനം എല്ലാ ചിത്രങ്ങളിലും കാണാം. എല്ലാം കൂടി ഒരു പരമ്പരാഗത ഉത്തരേന്ത്യൻ ക്ഷേത്രകലാ ശൈലിയുടെ സമന്വയം നമുക്കിതിൽ ദർശിക്കാം. ആശ്രമത്തിലെ കലാദ്വാരയിൽ പ്രദർശിപ്പിച്ച ഈ ചിത്രങ്ങളിൽ 14 പ്രധാന വിദ്യകളും 64 കലകളും പ്രതിപാദിക്കുന്നു. മൊത്തം 78-ൽ പരം ചിത്രങ്ങൾ ഇവിടെ ഒരു മ്യൂസിയം കണക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചിത്രങ്ങളും വലിയ ക്യാൻവാസിൽ വരച്ച് നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടുള്ളതും നല്ല നിലയിൽ സംരക്ഷിച്ചു പോരുന്നവയും ആണ്. ഭക്തർക്ക് മാത്രമല്ല, സന്ദർശകർക്കും കലാസ്വാദകർക്കും ഒരുപോലെ ഹൃദ്യമായ ഒരനുഭവമാണ് ഈ ചിത്രങ്ങൾ സമ്മാനിക്കുന്നത്. ഗുരുകുല ജീവിതത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ, സംഗീതം, നൃത്തം, ആയുധ പരിശീലനം തുടങ്ങിയ പ്രതിപാദ്യങ്ങൾ, പുരാണ കഥാപാത്രങ്ങളും ദൈവരൂപങ്ങളും. പശ്ചാത്തലത്തിൽ സ്വർണം, ചുവപ്പ്, നീല തുടങ്ങിയ ഗാഢ നിറങ്ങൾ. ആശ്രമത്തിലെ ഗുരുകുല പാരമ്പര്യം എങ്ങനെയായിരുന്നു എന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നു. നേരത്തെ നാം പ്രതിപാദിച്ച 78 ചിത്രങ്ങൾക്ക് പുറമെ ചെറിയ ഫ്രെയിമിലുള്ള ഇത്തരം അനേകം ചിത്രങ്ങളും ഈ ആശ്രമത്തിലുണ്ട്. ചിത്രങ്ങളെല്ലാം തന്നെ അധിക കാലം പഴക്കമുള്ളവയല്ല. നല്ല നിലയിൽ സംരക്ഷിച്ചു പോരുന്ന ഈ ചിത്രങ്ങളും ആശ്രമ പരിസരവും സന്ദർശകരിൽ വലിയ മതിപ്പുളവാക്കുന്ന കാര്യങ്ങളാണെന്ന് നിസ്സംശയം പറയാം. മധ്യപ്രദേശിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.